പക്ഷെ തൊട്ടടുത്തുള്ളവരാണ് എന്നെ അറിയിച്ചത്. അപ്പഴത്തേനും അയൽക്കാരെ എന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു. ഞാൻ എപ്പോഴും ഓടി എത്തി. പിന്നെ ഞാൻ മഹാദേവ ക്ഷേത്രത്തിന്റെ അവിടെ ഞാൻ വന്നപ്പോഴത്തേക്കും ഈ കത്തുന്നതാ കണ്ടത്. പക്ഷെ എനിക്ക് ഇതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല സാർ. അന്വേഷണം നടക്കട്ടെ. പക്ഷേ ഇത് വെള്ളിയാഴ്ച പാർക്ക്, ശനിയാഴ്ച സ്കൂളില്ലായിരുന്നു, ഞായറാഴ്ച ഇല്ലായിരുന്നു. അപ്പം നിർത്തിയിട്ടിരുന്ന വണ്ടി സ്വയം ഓടി വരില്ലല്ലോ. രാവിലെ 6 മണിക്ക് വണ്ടി ഇവിടുന്ന് ഡ്രൈവേഴ്സ് പോകും, കുട്ടികളെ വിളിക്കാൻ. സാർ ഇന്ന് നമുക്ക് എന്തായാലും ഞാൻ അവധി കൊടുത്തു. എന്തിനു മാത്രം മറ്റന്നാ എക്സാം ആയതുകൊണ്ടാണ് സാർ. അറിയില്ല, എല്ലാം ഇനി കണ്ടുപിടിച്ചാലല്ലോ. നമ്മളൊരു സ്കൂളായതുകൊണ്ട് തന്നെ കറക്റ്റ് അന്വേഷണം നടക്കട്ടെ. പോലീസ് ഓഫീസർ വന്നിട്ട് പോയി സാർ. രാവിലെ നന്നായിട്ട് അറിയാവുന്ന പുറത്തുള്ള വഴിക്കുള്ള വളരെ പർട്ടിക്കുലറായിട്ട് തന്നെ ചെയ്തൊരു കാര്യമായിട്ട് എൻ്റെ വണ്ടി കൊണ്ട് മേടിച്ചു. കാരണം ഞാൻ അല്ലല്ല ആ സ്കൂളിൻ്റെ ബസ് കോട്ടേജ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ചേങ്കോട്ട് വന്നിട്ടൊരു സ്കൂളുണ്ട്. അവിടെ CBSE സിലബസിൽ പഠിപ്പിക്കുന്ന സ്കൂൾ. നല്ല സ്കൂളാണ്. എന്താണെന്നറിയില്ല, ഏതോ സാമൂഹ്യ ദ്രോഹികളാണ് അകത്ത് കിടന്ന് വണ്ടി എടുത്തുകൊണ്ട് വന്ന് വേറൊരു വണ്ടിയിൽ ഇടിച്ചിട്ട് പെട്രോൾ എന്തെങ്കിലും വെച്ച് കത്തിപ്പോയിരിക്കും. അല്ലാതെ വഴിയില്ല. 3 ബസ് സമ്പൂർണ്ണമായിട്ട് കത്തിപ്പോയിരിക്കുന്നു. ഞാൻ ഓൺ ചെയ്തിട്ടില്ല. ബൈക്കൊന്ന് ഹലോ 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 ഓക്കെ അല്ലേ ബാബാ? ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ ഒരു ആസൂത്രിതം സംശയം തോന്നുന്നു. അതെ, ഒറ്റനോട്ടത്തിൽ വളരെ ആസൂത്രിതമാണെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം വെള്ളിയാഴ്ച സ്കൂൾ അടച്ചു പോയതാണ്, ശനിയാഴ്ച സ്കൂൾ ഉണ്ടായിരുന്നില്ല, ഇന്നലെ ഞായറാഴ്ചയാണ്. അത് അകലെ കിടന്നതായിട്ടുള്ള ഒരു ബസ് എടുത്തു കൊണ്ടുവന്ന് മറ്റൊരു ബസ്സിൽ ഇടിച്ച് ബോധപൂർവം ഉണ്ടാക്കിയ ഒരു നാശനഷ്ടമാണിത്. വളരെ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്. ഇപ്പോൾ പോലീസ് എത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ അന്വേഷണം നടക്കട്ടെ എന്നാണ് കരുതുന്നത്. സ്കൂൾ അധികൃതരുമായിട്ട് സംസാരിച്ചപ്പോഴും അവർക്ക് ഒരു തരത്തിലുള്ള സംശയവുമില്ല. ആരെങ്കിലും സംശയിക്കത്തക്ക തരത്തിലുള്ള കാര്യങ്ങളൊന്നും അവർ പറയുന്നില്ല. പക്ഷെ പോലീസിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നതിലൂടെ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. സ്കൂളിനകത്ത് ഈ കോമ്പൗണ്ടിനകത്ത് CCTV ക്യാമറയൊന്നും തന്നെ കാണുന്നില്ല. ഇനി പുറത്തുള്ള CCTV ക്യാമറയും മറ്റ് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയിലൂടെ മാത്രമേ നമുക്ക് യഥാർത്ഥ വസ്തുത കണ്ടെത്താൻ വേണ്ടി സാധിക്കുള്ളൂ. വളരെ നിർഭാഗ്യകരമായി പോയി. ആരിത് ചെയ്താലും ശരി, സത്യത്തിൽ അവർ സമൂഹദ്രോഹികളാണ്. ഈ നാടിനെ നശിപ്പിക്കാൻ നടക്കുന്ന കൂട്ടരാണ്. ആരായിരുന്നാലും കൃത്യമായിട്ട് കണ്ടെത്തി അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കർശനമായിട്ടുള്ള ശിക്ഷയ്ക്ക് അവരെ വിധേയരാക്കുക എന്ന് പറയുന്നത് പോലീസിന്റെ ഉത്തരവാദിത്വമാണ്. അത് പോലീസ് നിർവഹിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതെ, സഭയിൽ എനിക്കൊരു കോളിംഗ് അറ്റൻഷൻ പോലെ ദിവസം ഞാൻ സ്റ്റേഷൻ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ആരും പറഞ്ഞറിഞ്ഞില്ല. ആദ്യം വിളിച്ചത് പിന്നീടാണ് സുധീർ വിളിച്ചത്.
അത് നമ്മ കഴിച്ചു. നീ കഴിച്ചോ? ആ അപ്പോഴിതൊക്കെ കത്തിക്കൊണ്ടിരിക്കുന്നോ? ഇല്ല, ആ പല്ല് പോയിട്ട് തന്നെ കത്തിച്ച കാണും. എടുത്തല്ല, നമ്മളെ കിടക്കല്ലേ. ഓക്കെ.